പാഠശാലയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മളിവിടെ വരെയാണ് പഠിച്ച ആ ആ ഇ ഈ ഉ ഊ ഇനി എങ്ങനെ എഴുതി നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം വരയിടുക, ഇങ്ങനെ ഇങ്ങനെ ആക്കുക അല്ലല്ലോ, കെ തിരിച്ചിരുന്ന പോലെ. എന്നിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ എഴുതിയാൽ ആയി. കണ്ടല്ലോ, നമ്മൾ കാണിക്കാം. ഒരു വരയിടുക, നമ്മുടെ കെ തിരിച്ചിരുന്ന പോലെ ഇങ്ങനെ എടുക്കുക. വലുതാക്കി എഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഒന്നുകൂടെ കാണിച്ചു തരാം, തെറ്റിപ്പോകരുത്. വരയിടുക, ഉണ്ടല്ലോ. ശ്രദ്ധിച്ച് ആദ്യം ഒരു വരയിടുക, ഇങ്ങനെ കെ തിരിച്ചതുപോലെ ഇതിൻ്റെ നടുക്കൂടെ തന്നെ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സീലിടുക. ഇല്ല ഇനി നോക്കി എങ്ങനെ എഴുതുന്നത്. ആദ്യം ഇങ്ങനെ വരയിട്ടിട്ട് ഇങ്ങനെ ചരിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വളവിലേക്ക് ഒരു വര ഇങ്ങനെ മുട്ടിക്കത് ഇതേ ഉള്ളൂ, എ. ഇതാണ് എ. നിങ്ങൾ കാണിച്ചു തരാം. അത് ചെറിയ വരയിടുക, ഇതിനെ വളച്ച് കൊണ്ടിടുക. വീണ്ടും ഒരു മോളെ ചെറിയ എ. ഇതാണ് എ. ശ്രദ്ധിക്കണം. എ ഇല്ല, ഹിന്ദിയിൽ എ ഇല്ല. മലയാളത്തിൽ നമ്മൾ നോക്കി എ ഇല്ല. എന്നാൽ ഹിന്ദിയിൽ ഈ സ്വരം ഇല്ല. എ കഴിഞ്ഞ് ഐ ആണ്. ഐ ഇങ്ങനെ എഴുതുക. ഇതുപോലെ എഴുതി കഴിഞ്ഞു. ഇനി ഒരു പുള്ളിയുടെ ഇങ്ങനെ ചുറ്റിക്കെട്ടി ഇങ്ങനെ ഇവിടെ മുട്ടിക്കും. കണ്ടല്ലോ, ഒരു വരയിട്ടാൽ ഐ ഐ ഐ. അതുകൊണ്ട് കാണിച്ചു തരാം. അവിടെ അതൊരു വരയിടുക, ഇങ്ങനെ എടുക്കുക. ഇവിടെയൊക്കെ ഒരു ചെറിയ വര, ഇങ്ങനെ സി പോലെ. എന്നിട്ട് ഈ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു പുള്ളി ഇടുക. അങ്ങനെ ഇതെന്തായി ഐ എന്നാണ് വായിക്കുന്നത്. ഐ. ഈ ഓ നോക്കട്ടെ. ഓ. നമ്മൾ ആ എഴുതുക. എന്നിട്ട് ആ നമ്മൾ എഴുതിയില്ല, ഇതാണ് ആ. ആയ് ഐ അല്ലേ. ആ. ഇനി ഒരു ചെറിയ പുള്ളി ഇവിടെ എടുത്തു കൊടുത്താൽ ഓ ആയി. ഇതൊക്കെയാണ് ഐഡന്റിഫിക്കേഷൻ. ആ എന്നുണ്ട്, ആ എന്നുണ്ട്. ഇത് ആയാണ്. ആ എന്നെഴുതി കഴിഞ്ഞ് ഒരു പുള്ളി ഇടുന്നില്ല. ഓ ഓ. ഇതാണ് ഓ. ആ എന്നെഴുതിയിട്ട് മുകളിൽ ഒരു പുള്ളി. നമ്മുടെ മലയാളത്തിൽ ഏഴപ്പുള്ളിയില്ലേ, അത് ഇതാണ് ഏഴപ്പുള്ളി അല്ലേ. എ എഴുതുന്നതിൻ്റെ ചിഹ്നമാണിത് അല്ലേ. അതുപോലെ ഈ ഒരു ചെറിയ പുള്ളി മുകളിൽ. മലയാളത്തിൽ ഇങ്ങനെയാണ് ചെറിയ പുള്ളിയെങ്കിൽ ഹിന്ദിയിൽ മുകളിലാണ് കൊടുക്കുന്നത്. ഇങ്ങനെ 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 കൊടുക്കുക. ഇത് വലുതാക്കി കാണിച്ചതേ ഉള്ളൂ. ചെറിയ പുള്ളി അക്ഷരത്തിന് മുകളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ എന്നെഴുതിയിട്ട് മുകളിൽ ഒരു ചെറിയ പുള്ളി കൊടുത്താൽ ഓ ആണ്. ഐ ഓ. ഇതുപോലെ തന്നെ ഔ. ഓ എന്ന് എഴുതുക. ആ എഴുതി ഇത് ഓയായി. ഇതുപോലെ വേറൊരു പുള്ളി കൂടെ കൊടുത്താൽ ഔ ആയിരിക്കും. എന്താണ് ഔ. ഇത് ഓ ആണ്. ആ എന്നെഴുതിയിട്ട് മുകളിൽ ഒരു പുള്ളി ഇട്ടാൽ ഓ എന്നും, ആ എന്നെഴുതിയിട്ട് രണ്ട് പുള്ളി മുകളിൽ ഇട്ടാൽ ഔ എന്നും വായിക്കും. പിന്നെ സ്വരചിഹ്നങ്ങൾ വരുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാകും. എങ്ങനെയൊക്കെയാണ് ഓ എഴുതുന്നത്. ആ എന്നെഴുതിയിട്ട് ആ, എന്നിട്ട് മുകളിൽ ഒരു ചെറിയ പുള്ളി കൊടുത്താൽ ഓ എന്നും, ആ എന്നെഴുതിയിട്ട് രണ്ട് പുള്ളി മുകളിൽ കൊടുത്താൽ ഔ എന്നും വായിക്കും. ഇത് പ്രത്യേകം നമ്മുടെ മനസ്സിൽ വെക്കണം.
ഓയാണെങ്കിൽ ആ എഴുതിയിട്ട് ഒരൊറ്റ പുള്ളി മാത്രമേ മുകളിൽ. ഔ ആണെങ്കിലോ ഓ എഴുതിയിട്ട് 2 പുള്ളി ഇടണം. മുകളിൽ 2 പുള്ളി ഇട്ടാൽ ഔ എന്ന് പറയും. ഇനി നമ്മൾ മലയാളത്തിലൊക്കെ അങ്ങനെ എഴുതാം. കമ്മെഴുതണമെങ്കിൽ കാ എഴുതി കഴിഞ്ഞ് ശേഷമാണ് പൂജ്യം. എന്നാൽ ഹിന്ദിയിൽ മുകളിലാണ് പൂജ്യം. ഉള്ളല്ലോ. ആയ എഴുതിയിട്ട് മുകളിൽ പൂജ്യം ഇട്ടാൽ എന്ന് പറയും. മലയാളത്തിലാണെങ്കിലോ അക്ഷരം കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു പൂജ്യം ഇട്ടാൽ ഇത് എ ഐ ഓ ഔ ആ എഴുതാൻ എല്ലാവർക്കും ആ എഴുതി 2 കുത്തിട്ടാൽ മതി. വെക്കണ്ടോ എഴുതി കാണിച്ച് തരാം. എ ഐ ഓ ഔ അമ്മേൻ്റെ പൂജ്യം മുകളിലാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ചെറിയ പുള്ളി മുകളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ എഴുതി ഒരു പുള്ളി ഇട്ടാൽ ഓ എന്നും, ഓ എഴുതി വേറൊരു പുള്ളി 2 പുള്ളി ഇട്ടാൽ ഔ എന്നും വായിക്കും. ആയിട്ട് മുകളിൽ ഒരു പൂജ്യം കൊടുത്താൽ എന്നും വായിക്കും. നിങ്ങൾ നോക്കാം. എ ഐ ഓ ഔ എ ഐ ഓ ഔ ഇനി ആയതാണ് നോക്കാം. വെറുതെ അനുസ്വാരം ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇത് ശരിക്കും എഴുതി പഠിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ, കമൻറ്റ് പറയണേ. ഓക്കെ, സബ്സ്ക്രൈബും ചെയ്യണം.